സക്സസിലേക്കുള്ള ആദ്യ പടി. ഉമ്മാക്കും പപ്പാക്കും വേണ്ടിയിട്ട് വീട് വെക്കുന്നതിന്റെ പ്ലാൻ വരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് മേടിക്കാൻ വന്നതാണ് ഞാന്. എനിക്ക് പ്ലാൻ വരച്ചത് താമരശ്ശേരിയുള്ള ഡോവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളിടത്തുനിന്ന് എഞ്ചിനീയർമാരാണ് വരച്ചു തന്നത്. അപ്പൊ നമുക്ക് പോയി പ്ലാൻ മേടിക്കാം. അപ്പൊ ഞങ്ങളെ പ്ലാന് എന്റെ വാപ്പ മേടിക്കാണ്. പ്ലാൻ ഏതായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. മനസ്സിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാൻ എന്ന് തന്നെ പറയാം. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത് തന്നെ നമുക്ക് കുറ്റിയടി തുടങ്ങണം. അപ്പൊ ബാക്കിയൊക്കെ വയ്യ ഞാനിടാം. ഇന്ന് എന്റെ ബാപ്പയുടെ സ്വപ്നമായ വീടിന്റെ കുറ്റിയടിയായിരുന്നു. എന്റെ വാപ്പയുടെ മാത്രമല്ല കേട്ടോ, വാപ്പയുടെ ഉമ്മയുടെയും ഒരു സ്വപ്നമായിരുന്നു വീട് എന്നുള്ളത്. ആൾക്ക് അത് സാധിപ്പിച്ചു കൊടുക്കും മുമ്പേ ആളങ്ങ് പോയി. എന്റെ വാപ്പയുടെ കുഞ്ഞിലെ തന്നെ വാപ്പയുടെ ഉമ്മയും വാപ്പയും തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മാമക്ക് വീട് എന്ന് പറയുന്നതൊക്കെ ഒരു സ്വപ്നം മാത്രമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ വാപ്പ അന്നത്തെ കാലത്തൊരു വീട് വെച്ചത്. അന്നത്തെ കാലത്ത് ഓലപ്പുരയാട്ടോ. അത് പിന്നെ മാറ്റി ഓടാക്കി എന്നല്ലാതെ എൻ്റെ വാപ്പക്ക് ഉമ്മാമക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ 3 പെൺകുട്ടികളും ആയിരുന്നു, വാപ്പ ഒരു ഡ്രൈവറും ആയിരുന്നു. അങ്ങനെ ഞങ്ങളൊരു നല്ലൊരു നിലയിലേക്ക് എത്തിക്കണം എന്ന് മാത്രമേ വാപ്പ കരുതിയിട്ടുള്ളായിരുന്നു. ഇന്നിതേ എൻ്റെ വാപ്പയുടെ സ്വപ്നമായ വീട് സാധിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട്. അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും തന്ന സപ്പോർട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. എല്ലാവർക്കും നന്ദിയുണ്ട്. ജസ്റ്റ് ഇങ്ങനെയാണ് അത് പണി നടക്കുന്നത്. വെറുതെ കോണി വരുന്നെടുത്ത ഇങ്ങോട്ട് വന്ന് വാർത്ത കാണുന്നെങ്കിൽ ഞാനെടുത്ത് തുടങ്ങിയിട്ടൊന്നുമില്ല.
നോക്കി കയറിക്കോ. ഞാൻ ജസ്റ്റ് ഒരു നോട്ടം കണ്ട് പിന്നെ കാണുന്നില്ല. നിങ്ങളെ മുറ്റത്തില്ലായിരുന്നോ? കണ്ണിൽ മരുന്നിട്ടിട്ട് കണ്ണ് കണ്ടില്ല. പിന്നെ എന്ത് മോളെ കഴിയുന്നുണ്ട് കണ്ണ് പരിശോധിക്കാൻ വന്ന ഡോക്ടർ. പിന്നെ തലവേദനക്ക് എന്നിട്ട് ചെറിയൊരു പ്രശ്നം കാണുന്നില്ല. നാളെ ടെസ്റ്റ് ചെയ്തേക്കാലേ അറിയുള്ളൂ. താമസിയൊരു കണ്ണാശുപത്രി അല്ല തിന്നുന്നില്ലേ ചോറ്? ആ തിന്നണം. ചോറ് എടുത്തോ. ഇതില് ഡയമണ്ടിന്റെ മാലയൊന്നും വേണം ടോപ്പിയെ. ഇൻസ്റ്റയിലിടാറുണ്ടോ? കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ വാർത്തതാ. ഇതെന്താ സ്റ്റോർ റൂമിൽ തട്ട് വാർക്കാഞ്ഞ്? മറന്നുണ്ടോ? സ്റ്റോർ റൂമിൽ തട്ട് വാർക്കാഞ്ഞെന്തായി? ഫാബ്രിക്കേഷൻ ആയിരിക്കും. ഗായ്സ് ഞങ്ങളുടെ റൂം ഗായ്സ്. സ്പേസ് ഉണ്ടല്ലേ. ടി വി ഇന്ന് രാവിലെ വീടിന്റെ പാലുകാച്ചായിരുന്നു. അങ്ങനെ ദേ പുതിയ വീട്ടിലോട്ട് താമസം മാറിയിട്ടുണ്ട്. അപ്പൊ താമസം മാറി എന്ന് പറഞ്ഞപ്പോൾ തൊട്ടിട്ട് എനിക്ക് വരുന്ന മെസ്സേജാണ് ഹോം ടൂർ കാണിക്കോ എന്നുള്ളത്. അപ്പോൾ ഇപ്പം രാത്രിയാണ്, രാത്രി 10 മണി കഴിഞ്ഞു കേട്ടോ. പക്ഷേ നിങ്ങളുടെയൊക്കെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഹോം ടൂർ കാണിക്കുകയാണ്. പക്ഷെ ഫ്രണ്ട് എനിക്ക് നൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റൂല. പക്ഷേ നമുക്ക് ഇവിടെ സിറ്റ് ഔട്ടിൽ നിന്നിട്ട് നമുക്ക് തുടങ്ങാം. സിറ്റ് ഔട്ടിൽ ജസ്റ്റ് ഇതാ ഒരു ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെഞ്ച് എന്ന് പറയാം, ബെഞ്ച് പോലെയുള്ള ഒരു സംഭവം ആണ് നിലവിലുള്ളത്. പിന്നെ നമുക്ക് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ
ആദ്യം ഒരു ലിവിങ് ഏരിയ ആണുള്ളത്. ഇവിടെ ഒരു സോഫ സെറ്റ് ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. ഇവിടെയാണ് വരുന്നത്. നമ്മൾ ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ലിവിങ് ഏരിയ. പിന്നെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് അടച്ചിട്ടാണ്, പുറത്തുനിന്നുള്ള സൗണ്ട് കേൾക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഡോർ അടച്ചിരുന്നത്. ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഇതാണ്. ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെ ഒരു കട്ടിലും കിടക്കയും അലമാറയും ആണ് ഇട്ടിരിക്കുന്നത്. അത് മോൻ്റെ നിസ്കാരപ്പെടാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം ആണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മാസ്റ്റർ ബെഡ്റൂം ആണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം 2 ബെഡ്റൂമും സൈസ് ഈക്വൽ ആണ് വരുന്നത്. അതുകൊണ്ട് ഒരു ബെഡ്റൂം എന്നുള്ളതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു വലിയ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇതാണ്. ഇവിടെയാണ് വരുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റാണ് ഒന്ന് കൊടുത്തിരിക്കുന്നത്. കാരണം ഇന്ത്യനും യൂറോപ്യൻ ക്ലോസറ്റും രണ്ടും വെച്ചിട്ടുണ്ട്. 2 റൂമിലായിട്ടാണ് വെച്ചത്. അത് ഓരോരുത്തരുടെ അറിയാലോ, ചിലർക്ക് യൂറോപ്യൻ ക്ലോസറ്റ് പോകുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഈ ഹാളിൽ നോക്കി വെച്ചാൽ നേരെ സ്റ്റെയറാട്ടോ, മുകളിലേക്കുള്ള സ്റ്റെയറാണ്. അപ്പം മുകളിലേക്ക് അവിടെ ഗ്ലാസ് ഒന്നും വെച്ചിട്ടില്ല. ഗ്ലാസ് ഒക്കെ വെക്കണം. മുകളിലേക്കുള്ള സ്റ്റെയറാണ് ഈ ഒരു ഇത് വരുന്നത്. അപ്പോൾ അപ്സ്റ്റെയർ ഇല്ല കേട്ടോ. അപ്സ്റ്റെയർ ഏതെങ്കിലും കാലത്ത് എടുക്കാൻ പറ്റിയാൽ നമുക്ക് എടുക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതൊരു സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഇതിനുള്ളൊരു സ്പേസാണ്. ഒരു കോർണർ പോലെ ഉള്ളതുകൊണ്ട് ഇവിടെ അതിന് പറ്റിയൊരു സ്പേസാണ്. പിന്നെ ഇവിടേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഡൈനിങ്ങിനാണ് ഈ ഒരു സ്പേസ്. ഡൈനിങ്ങാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ടേബിളും കസേരയുമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഡൈനിങ് വരുന്നത്. അങ്ങനെ നമ്മുടെ ഡൈനിങ്. പിന്നെ വരുന്നത് നമ്മുടെ രണ്ടാമത്തെ റൂമാണ്. രണ്ടാമത്തെ റൂം വരുന്നത് ഇതാണ്. ഇവിടെ ഉള്ളത് കട്ടില്, കിടക്ക, അലമാറ, ഈ ഒരു സംഭവം തന്നെയാണ്. 2 റൂമിലും ഫാനും കേട്ടോ. ഇതാണ് ഈ ഒരു റൂമിൻ്റെ ഇത് വരുന്നത്. ഈ റൂമിൽ വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഇന്ത്യൻ ക്ലോസറ്റ് ആണെങ്കിൽ ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് ആണ് വെച്ചത്. രണ്ടും 2 രീതിക്ക് വെച്ചതാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇത് ഈ ഒരു റൂമിലെ വാഷ്റൂം. പിന്നെ വരുന്നത് ഒരു കിച്ചണാണ്. വിശാലമായിട്ടുള്ളൊരു കിച്ചണാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ കിച്ചൺ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുകയാണ്. ഇവൻ എന്നോട് എനിക്കിപ്പോൾ എന്നെ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇന്റീരിയർ വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മുമ്പോട്ട് എപ്പോഴെങ്കിലും ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇന്റീരിയർ വർക്ക്. ഇവിടെയാണ് ബേസിങ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇവിടെ ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഫുഡൊക്കെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണിലേക്ക് സാധനങ്ങളൊന്നും എത്തിച്ചിട്ടുമില്ല കേട്ടോ. അവിടെ മേടിച്ച് വെച്ചതേ ഉള്ളൂ. ഇന്ന് 7 മണി 8 മണി വരെ ഇവിടെ പണിക്കാരുണ്ടായിരുന്നു. ഇന്ന് നാളെയും ചെറിയ പണികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂം കൊടുത്തിരിക്കുന്നുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തക്കത്ത രീതിയിലുള്ള ഒരു സ്റ്റോർ റൂം. പിന്നെ ഈ കിച്ചണിലാണ് നമുക്ക് 2 റേക്ക് പോലുള്ള സംഭവങ്ങൾ കൊടുത്തിരിക്കുന്നത്. വേറെ എവിടെയും കൊടുത്തിട്ടില്ല. കിച്ചണിലാണല്ലോ പാത്രങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ ഉള്ളൊരു കാര്യമുണ്ട്. അപ്പം ഇങ്ങനെയാണ്. ഇനിയിപ്പം ഇവിടുന്ന് പുറത്തേക്ക് കാണാൻ ഒന്നും കാണാനില്ല. അപ്പോൾ ഫുള്ള് മുറ്റവും കാര്യങ്ങളും തന്നെയാണ്. ഇതാണ് നമ്മുടെ പുതിയ വീടിൻ്റെ വിശേഷം എന്ന് പറയുന്നത്.
പറയുന്നത് ഇത്രമാത്രമാണ്. ഒരു കുഞ്ഞു വീട്. ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നുള്ളതായിരിക്കും ഇനി അടുത്തത് എല്ലാവർക്കും അറിയാനുള്ളൊരു ആകാംക്ഷ എന്ന് പറയുന്നത്. 982 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ ഈ ഒരു വീട് വരുന്നത്. 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ ഈ ഒരു വീട് വരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് വളരെയധികം മനസ്സിന് ഒരു സന്തോഷം, സമാധാനം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പ്ലാനും ഒരു വീടും ഒക്കെ ആയിരുന്നു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല ഈ ഒരു മൂമെൻറ്റ് നടക്കും എന്നുള്ളത്. പിന്നെ നമ്മളൊക്കെ എന്താ പറയുക, നടക്കുമായിരിക്കുമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടല്ലോ, അങ്ങനെയാണ്. പിന്നെ നമ്മൾ വീടിന് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ടിലേക്കൊക്കെ മരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പ്ലാവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ഈ പറഞ്ഞതുപോലും നമ്മുടെ ജനാലകളും വാതിൽക്കട്ടിലൊക്കെ നമ്മൾ സിമെൻറ്റിലാട്ടോ തീർത്തിരിക്കുന്നത്. സിമെൻറ്റ് ഇപ്പം നമുക്ക് മേടിക്കാൻ പറ്റുമല്ലോ, അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഈ ഒരു കുഞ്ഞു വീടിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇത്ര മാത്രമാണ്. എങ്ങനെയാണ് നിങ്ങളടുത്ത് ഈ സന്തോഷം പങ്കുവെക്കുക, അല്ലേ എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയുക? നിങ്ങളോട് എന്തിനാണ് ഞാൻ നന്ദി പറയുന്നതെന്നല്ലേ? നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ആഗ്രഹം സാധിപ്പിക്കാൻ പറ്റിയത്. കാരണം പല പല വിഷയങ്ങൾ വന്നിട്ട് പോലും എന്നെ തെറ്റിദ്ധരിക്കാതെ എന്നെ വിശ്വസിച്ച് എനിക്ക് ഓർഡർ തന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ഓരോരുത്തർ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീടിൻ്റെ ഓരോ കല്ലിനും ഓരോ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതേപോലെ എന്ന് വെച്ചാൽ പിന്നീട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്നെ കുറ്റപ്പെടുത്തിയവരും ഒറ്റപ്പെടുത്തിയവരും കല്ലെറിഞ്ഞവരോടുകൂടിയായിട്ടാണ്. നിങ്ങളുടെ ഡ്യൂട്ടി ശരിക്കും ചെയ്തത് കൊണ്ടാണ് വാശി എന്ന് പറയുന്ന സംഭവം എനിക്ക് നല്ലോണം ഉണ്ടായത്. ആ വാശിപ്പുറത്തും കൂടിയാണ് പെട്ടെന്ന് എനിക്ക് പണി പൂർത്തീകരിച്ച് വീട്ടിൽ കയറണം എന്നുള്ളത് ഒരു ചിന്താഗതി വന്നത്. ഒരു സ്ത്രീ നിരന്തരം പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, 9ാം ക്ലാസ്സുകാരിയാണ്, നീ ആദ്യം 9ാം ക്ലാസ് എഴുതിയിട്ട് വാ എന്നിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത്. ആ സ്ത്രീയോടും സമൂഹത്തോടും എനിക്ക് പറയാനുള്ളത്, വെറും ഒരു 9ാം ക്ലാസ്സുകാരി തന്നെയാണ്, എന്നാൽ പോലും ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഉയരങ്ങളെ എനിക്ക് കീഴടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും വിചാരിച്ച സ്വപ്നങ്ങൾ സാധിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ആ 9ാം ക്ലാസ്സിനല്ല അവിടെ വില, ദൈവത്തിനാണ് അവിടെ വില. നമ്മളെ തോൽക്കണമെന്ന് ആദ്യം മറ്റൊരാൾ ചിന്തിച്ചിട്ടും കാര്യമില്ല. നമ്മൾ തോൽക്കണമെന്നുണ്ട് നമ്മുടെ ദൈവം മാത്രം ചിന്തിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ ഒരിക്കലും തളരില്ല, തോൽക്കില്ല, ആരുടെ മുമ്പിലും മുട്ടുകുത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ. അപ്പം നിങ്ങളോട് ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാണ്. ഇങ്ങനത്തെ ഒരു മൊമെൻറ്റ് എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റിയതിൽ നിങ്ങൾ ഓരോരുത്തരും അതിനേക്കാട്ടിലുപരി എൻ്റെ ഉണ്ണിക്കണ്ണനോടുകൂടിയാണ് ഞാൻ നന്ദി പറയുന്നത്. ഓക്കെ, ടാറ്റാ.